ക്രിസ്മസിനെ വരവേറ്റ് ജോയ് വീട്ടിലൊരുക്കിയ റെഡിമെയ്ഡ് ക്രിസ്മസ് ട്രീയിൽ 2 കുടുംബങ്ങൾ നേരത്തെ ഇടം പിടിച്ചു. ഉണ്ണിയേശു പിറന്നു കഴിഞ്ഞാൽ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വിരിഞ്ഞിറങ്ങാൻ 2 അമ്മക്കിളികളാണ് കൂടൊരുക്കി കാത്തിരിക്കുന്നത്. ഈ മാസം 1-നാണ് അച്ചാണ്ടി ജോയ് വീടിൻ്റെ ഇറയത്ത് 6 അടി ഉയരമുള്ള പ്ലാസ്റ്റിക് ട്രീ ഒരുക്കിയത്. ട്രീ വച്ചതിൻ്റെ പിറ്റേന്ന് അടയ്ക്കാക്കിളികൾ ആദ്യം വിരുന്നെത്തി കൂടുകൂട്ടി. ഇതിനു പുറകെ തൊപ്പിക്കിളികളും എത്തി കൂടൊരുക്കി മുട്ടയിട്ടു. ഇതിനിടയിൽ ജോയ് ട്രീയിൽ വച്ചിരുന്ന ബൾബുകൾ കിളികൾ കൊത്തി നശിപ്പിച്ചു. രാത്രി ബൾബുകൾ പ്രകാശിക്കുന്നത് കിളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി തോന്നിയതോടെ ഇത് ഓൺ ചെയ്യാതെയായി. അടയ്ക്കാക്കിളികൾ 2 മുട്ടകൾക്ക് അടയിരിക്കുകയാണ് പതിവ്. തൊപ്പിക്കിളിയിൽ പെൺകിളി മാത്രമാണ് അടയിരിക്കുന്നത്. ആൺകിളി ചുറ്റുവട്ടത്തുള്ള മറ്റു മരങ്ങളിൽ കാവലിരിക്കുകയാണ് പതിവെന്ന് ജോയ് പറയുന്നു. നമ്മളെല്ലാം കൊല്ലം ഈ പറഞ്ഞ പോലെ പുൽക്കൂടും ഈ ട്രീയും വെക്കുന്നതാണ് എല്ലാം ക്രിസ്മസിന്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ട്രീ വെച്ചപ്പോൾ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ട്രീ ആണ്. ആദ്യം ഈ പറഞ്ഞ പോലെ അടയ്ക്കക്കിളിയാണ് ആദ്യം കൂട് കൂട്ടിയത്. 1-ാം തീയതി നമ്മൾ ക്രിസ്മസ് ട്രീ വെച്ചത്. 2-ാം തീയതി മുതൽ അടയ്ക്കക്കിളി കൂട് കൂട്ടി. അത് കഴിഞ്ഞ് പിന്നെ തൊപ്പിക്കിളി എന്ന് പറഞ്ഞ കിളി കൂട് കൂട്ടി. അത് 5-ാം തീയതി 6-ാം തീയതി കൂട് കൂട്ടി. ഇപ്പോൾ കൂട് കൂട്ടി മുട്ടിട്ടു. 2 മുട്ടയുണ്ട്. ഇത് ഏകദേശം ബിരിയാറായിട്ടുണ്ടെന്ന് തോന്നണം. പിന്നെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രീ വെച്ചപ്പോൾ തന്നെ ഫുള്ളും മാലകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ കിളികൾ വന്ന് അത് ആകെ കൊത്തി നശിപ്പിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും കൂട് കൂടട്ടെ, കിളി എന്തെങ്കിലും ഒരു കൂട് കൂട്ടി മുട്ട ഇട്ടത് നൽകിയപ്പോൾ നമ്മൾ പിന്നെ ലൈറ്റൊന്നും ഉണ്ടാവില്ലേ. വീടിനോട് ചേർന്ന് ലെയ്ത്ത് യൂണിറ്റ് നടത്തുന്ന ജോയിയും കുട്ടികളെ നിരീക്ഷിക്കാൻ പലപ്പോഴും വീട്ടുമുറ്റത്തുണ്ടാകും. അതുകൊണ്ടാണ് ഇവരുടെ ചേഷ്ടകളും മറ്റും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കിളിക്കുഞ്ഞുങ്ങൾ വളർന്ന് പറക്കമുറ്റും വരെ ട്രീ ഇവിടെ നിന്നും മാറ്റില്ലെന്നും ജോയ് പറഞ്ഞു. പുതുവർഷം പിറക്കും മുൻപേ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങുമെന്നാണ് പ്രതീക്ഷ.